ഹായ് ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ വീഡിയോ ആയിരിക്കില്ല, അതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ലീഡ് കോഡ് സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ലീഡ് കോഡ് എന്ന പ്ലാറ്റ്ഫോമിൽ ഓരോ ടാസ്കുകൾ ചെയ്യുന്നതും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ നമ്മളിവിടെ പെർഫെക്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് പെർഫെക്റ്റ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതായത് ലീഡ് കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ലീഡ് കോഡ് എന്ന് പറയുന്ന ഒരു DSA പ്രാക്ടീസിങ് പ്ലാറ്റ്ഫോമാണ്. അതായത് DSA ഡാറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതം അത്തരം ടാസ്കുകളൊക്കെ ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലീഡ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഈ പറയുന്ന DSA ചെയ്യാനുള്ളവരല്ല. അപ്പൊ കൂടുതലും നമ്മൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ കോഡ് എഴുതുക, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കമ്പനിയിൽ വർക്ക് ചെയ്യണേ ആ രീതിയിലുള്ള സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ്. കാരണം ഏതൊരു കമ്പനി, ചെറുതു മുതൽ വലിയ കമ്പനീസ് വരെ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്സ് എന്ന് പറയുന്നത് DSAക്ക് പകരം, അതായത് ഒരു പ്രൊഡക്ഷൻ ലെവലിൽ കോഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ലീഡ് കോഡ് ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ ആക്ച്വലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. എങ്ങനെയാണ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പ്ലസ് നമ്മളൊരു ടാസ്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. സോ അതിനായിട്ട് ആദ്യം perfect.org സെർച്ച് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഹോം പേജ് വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് പെർഫെക്സ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഡാഷ്ബോർഡ് എന്നായിരിക്കും. ഐ മീൻ ഇഫ് യു ആർ ഓൾറെഡി ലോഗ്ഡ് ഇൻ. ഇപ്പൊ ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങളൊരു പുതിയ യൂസർ ആകുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പേജിലേക്കാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡാഷ്ബോർഡിലേക്ക് വരുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഡാഷ്ബോർഡ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടാസ്കുകൾ, എത്ര ടാസ്ക് ചെയ്തു, എത്ര സബ്മിഷൻസ് ഉണ്ട്, എത്ര ക്രെഡോ പോയിന്റ്സ് കിട്ടി. ക്രെഡോ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോയിന്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ജസ്റ്റ് ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന പോയിന്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ ആ പോയിന്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ടാസ്കിലേക്ക് പോവാം. സൈഡ് ബാറിലുള്ള ടാസ്ക് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്രയാണ് പോയിന്റ്സ് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ. ഓക്കെ, സോറി. അപ്പൊ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതേപോലെ തന്നെ കംപ്ലീഷൻ, എത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു ഫ്രഷ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ അതിന് ടാസ്ക് സെക്ഷനിലേക്ക് പോവാം. അതിനകത്ത് നിന്ന് ഒരു ടാസ്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. കുറെ ടാസ്ക് ഉണ്ട്, നിങ്ങൾക്കുള്ളത് സെർച്ച് ചെയ്യാം. ആഹ് അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. ഞാൻ ഓർമ്മ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാസ്വേഡ് ഓക്കെ, കിട്ടി. സോ വളരെ സിമ്പിൾ ആണ്. ഇതുപോലുള്ള ഈസി ടാസ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പൊ നോക്കിയാൽ അറിയാം എന്താണ് ഇവിടെ നോക്കാം. ചെക്ക് ഇഫ് പാസ്വേഡ് മീറ്റ് മിനിമം ലെങ്ത് റിക്വയർമെന്റ്. നമുക്കറിയാം ഇപ്പൊ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ കൂടുതൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ പാസ്വേഡ് ലെങ്ത് ഉണ്ടോ, ഐ മീൻ പാസ്വേഡ് പ്രോപ്പർ ആയിട്ടുള്ള പാസ്വേഡ് ആണോ, വാലിഡേറ്റ് ചെയ്യുക, പാസ്വേഡ് വാലിഡേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ. അതുപോലത്തെ ഒരു ടാസ്ക് നമുക്ക് റിയൽ ലൈഫ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ലോഗിൻ പേജ് ഉണ്ടാവുമല്ലോ. എല്ലാ പ്ലാറ്റ്ഫോമിന്റെയും ലോഗിൻ പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈൻ അപ്പ് പേജ് ഉണ്ടാവും. അപ്പൊ അവിടെ യൂസർ കൊടുക്കുന്ന പാസ്വേഡ് കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ സാധാരണഗതി നമുക്ക് മിനിമം ക്യാരക്ടർ ലെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ, എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആക്ച്വലി നോക്കേണ്ടി വരും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈസി ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ലെങ്ത് മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു റിയൽ പ്രോബ്ലം അല്ലെങ്കിൽ റിയൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിയൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തിങ്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ നോക്കിയാൽ അറിയാം, ജസ്റ്റ് ടൈറ്റിൽ ഉണ്ട്. അതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ എന്താണെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതുണ്ട്. സോ ഞാൻ ഓൾറെഡി വായിച്ചു നോക്കേണ്ടത് ഇതില്ല. അതായത് നമുക്കൊരു ഇൻപുട്ട് വരും. നമുക്കൊരു രണ്ട് കാര്യങ്ങൾ അവിടെ നോക്കിയാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനിൽ രണ്ട് ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് പാസ്വേഡ്, അതുപോലെ മിനിമം ലെങ്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു പാസ്വേഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു മിനിമം ലെങ്തോ അതിന് മുകളിലേക്കോ ആയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ഇവിടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് ഇപ്പൊ ഈ ഒരു കേസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇവിടെ ഫാൾസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ. പാസ്വേഡ് അല്ല, കാര്യം കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം, പാസ്വേഡ് എന്നുള്ള വാല്യൂ ഉണ്ടോ ഇല്ലയോ നോക്കാം. വാല്യൂ ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് STR എന്ന് പറഞ്ഞിട്ട്. സ്ട്രിംഗ് ടൈപ്പ് വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂ അവിടെ വേണമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് ഇത്രയും ചെക്ക് ചെയ്യാം. ഇഫ് പാസ്വേഡ്, സോറി, പാസ്വേഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണെങ്കിൽ
റിട്ടേൺ ട്രൂ. ഓക്കെ, സോറി, റിട്ടേൺ സ്പെല്ലിംഗ്, റിട്ടേൺ ട്രൂ, അല്ലാത്ത പക്ഷം റിട്ടേൺ ഫാൾസ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ തന്നിരിക്കുന്ന പാസ്വേഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മിനിമം ലെങ്തിനേക്കാളും കൂടുതലോ അതിന് ഈക്വലോ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യുക. ഇപ്പൊ ഇത്രയും ചെയ്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, റൺ സക്സസ്ഫുള്ളി, ട്രൂ. ഫസ്റ്റത്തെ നമ്മുടെ എക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ്, രണ്ടാമത്തെ ഫാൾസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം. സോ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു കുറച്ച് സെക്കൻഡ്സ്, ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഏകദേശം അതൊന്ന് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ആയിരിക്കും കിട്ടും. ഓക്കെ, നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. 3 ഇംപ്രൂവ്മെന്റ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. എത്ര ശതമാനം ക്വാളിറ്റി, ഇത് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്ന കോഡിന്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കാം. പോയിന്റ്സ് നോക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കും. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഓരോ ടൈപ്പ് ബഗ് ആണോ, ഇംപ്രൂവ്മെന്റ് ആണോ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2 ഇംപ്രൂവ്മെന്റ്സും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രയോറിറ്റിയും കൊടുത്തിട്ടുണ്ട്. മീഡിയം പ്രയോറിറ്റി ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫംഗ്ഷൻ നെയിം ഈസ് ഓക്കെ. സോ ഫംഗ്ഷൻ നെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് കാര്യമാക്കണ്ട, മീൻസ് ചില സംഭവം നമുക്ക് കാര്യമാക്കാം. ജസ്റ്റ് വായിച്ചു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അല്ലെങ്കിൽ അത് കാര്യമാക്കേണ്ട പോയിന്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ആ പാസ്വേഡ് ലെങ്ത്, അതായത് ആ ഒരു ഫംഗ്ഷന്റെ നെയിമിന് ഒരു ചേഞ്ച് വരുത്തി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ആ ടൈപ്പിംഗ് ഫോർ റിട്ടേൺ വാല്യൂ, റിട്ടേൺ വാല്യൂ ഏത് ടൈപ്പ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തു, ഇൻപുട്ട് വാല്യൂസിന് സ്ട്രിംഗ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് റിട്ടേൺ ടൈപ്പ് ഏതാണെന്നും കൂടി മെൻഷൻ ചെയ്യുന്നത് കോഡ് റീഡബിലിറ്റിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന കോഡ് ഇപ്പൊ ഒരു കമ്പനിയിൽ നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ എഴുതിയ കോഡ് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിന്റെ ബാക്കിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചേഞ്ചസ് വേറൊരു ഡെവലപ്പർ ചെയ്യണേ. അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റീഡബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമന്റ്സ് ആഡ് ചെയ്യാം, ലോഗ് ആഡ് ചെയ്യാം, അതുപോലെ ഇതുപോലെയുള്ള കുറച്ച് ഹിന്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാം, റിട്ടേൺ ടൈപ്പ് മെൻഷൻ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം കൺസിഡർ യൂസിങ് സിംഗിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് സിംഗിൾ ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കാം. അതായത് ജസ്റ്റ് ഈ സാധനം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലും വർക്ക് ചെയ്യും. കാരണം ലെങ്ത് ഓഫ് ലൈൻ, ഐ മീൻ നമ്പർ ഓഫ് ലൈൻസ് കുറയ്ക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ചില പോയിന്റ്സ് ചിലപ്പോൾ വാലിഡ് ആയിരിക്കും. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റ് അവിടെ വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മളത് കാര്യമാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും. സോ അത്തരം കേസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ അഗൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജ് വീണ്ടും വരും, അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ എങ്ങാണ്ടാണ് കണ്ടത്, ജസ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക് പോവുക, ടാസ്ക് ഡാഷ്ബോർഡ് നോക്കിയാൽ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സബ്മിഷൻ 0.25 കിട്ടിയിട്ടുണ്ട്, 0.78% നമുക്ക് കംപ്ലീഷൻ റേറ്റ് വന്നിട്ടുണ്ട്. അടുത്തത് ഇവിടെ സബ്മിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്മിഷൻസ് കാര്യങ്ങൾ കാണാം. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡും കാണാം, അതേപോലെ അതുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ പെർഫെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് നമ്മളിവിടെ ചെയ്തു. സോ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഐ മീൻ നമ്മൾ നോക്കിയിട്ട് അടുത്ത വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മറ്റൊരു ടാസ്കുമായിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ.